തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുഖം മിനുക്കൽ നടപടികളുമായി ഇടത് സർക്കാർ. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ ഉത്തരവ്. ക്ഷേമ പെൻഷൻ വിതരണത്തിനും ലീവ് സറണ്ടർ ഉറപ്പാക്കാനും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിനുമായി നീക്കിവെച്ചത് 1290 കോടി രൂപയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് സർക്കാർ നടപടിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണവിരുദ്ധ വികാരം ശമിപ്പിക്കാനുള്ള നടപടികളാണ് ഇടത് സർക്കാർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി 1290 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് നീക്കിവെച്ചത്. ഔദ്യോഗികമായി തുക അനുവദിച്ച് ഇടത് സർക്കാർ ഉത്തരവിറക്കിയതാകട്ടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർപ്പാക്കാൻ 628 കോടി രൂപയാണ് ഖജനാവിൽ നിന്നും നീക്കിവെച്ചത്. പെൻഷൻ നൽകാനും സ്കോളർഷിപ്പ് നൽകാനും ലീവ് സറണ്ടറിനുമായി പ്രത്യേകം തുക മാറ്റിയിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവിലയും 170 നിന്ന് 180 രൂപയാക്കി ഉയർത്തി. റബ്ബർ കർഷകർക്കിടയിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ശമിപ്പിക്കാനും കർഷകരുടെ വോട്ടും ലക്ഷ്യം വെച്ചാണ് നീക്കമെന്നും ആക്ഷേപമുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം 7 മാസമായി മുടങ്ങിക്കിടക്കുന്നതിനിടെ പ്രത്യക്ഷ സമരം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് 5 ലക്ഷത്തിലധികം വരുന്ന വയോധികർ ഉൾപ്പെടെയുള്ള പെൻഷൻകാരെ ഒപ്പം ചേർക്കാൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പ്. 3 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനും തുക അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം സർക്കാർ ജീവനക്കാർക്കിടയിൽ തന്നെയുള്ള പ്രതിഷേധം ശമിപ്പിക്കാൻ ലീവ് സറണ്ടർ കൂടി നടപ്പാക്കിക്കൊണ്ടാണ് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാർ നടപടി. ജനം, തിരുവനന്തപുരം.